ഫോൺ എടുക്കൂ, ഫോൺ എടുക്കൂ. ഫോൺ എടുക്കൂ, ഫോൺ എടുക്കൂ, ഫോൺ എടുക്കൂ, ഫോൺ എടുക്കൂ, എടുക്കൂ. ബേറു, ബേറു, എത്ര നേരമായി ഫോൺ അടിക്കുന്നു? നീ അതൊന്ന് വേഗം എടുത്തേ. ഇവനെ കൊണ്ട് തോറ്റു. ഞാൻ തന്നെ എടുക്കാം. ഹലോ, റാബിനി ഹിയർ. എന്ത് ഡിപ്രഷനോ? ഞങ്ങൾ കാരണമോ? ഓ നോ, വിഷമിക്കണ്ട, ഞങ്ങൾ വേഗം വരാം. ഹേയ്, എന്താ റാബിനി, എന്തു പറ്റി? നമ്മൾ വലയിലാക്കിയ ഞണ്ടുമാമൻ ഡിപ്രഷനിലാണെന്ന്. ഓ പാവം, നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് പോകാം. വേറു ഒരു പ്രോബ്ലം ഉണ്ട്. മിനിക്കുട്ടിയുടെ അമ്മ കണ്ടാൽ നമ്മളെ വഴക്ക് പറയുമോ? നമുക്ക് മിനിക്കുട്ടിയുടെ അമ്മയെ കാണാതെ മിനിക്കുട്ടിയെ വിളിക്കാം. മോളെ, വേഗം വാ, വന്ന ആഹാരം കഴിച്ചേ. കുറച്ചൂടെ കളിച്ചോട്ടെ അമ്മേ. നീ വേഗം വിളിക്കേ. മിനിക്കുട്ടി, ഹോയ്. ബേറു, എന്താ അവിടെ നിൽക്കുന്നെ? ഇങ്ങോട്ട് വാ. മിനിക്കുട്ടി, പതുക്കെ, നീ ഇങ്ങോട്ട് വേഗം വന്നേ. അപ്പോ അതാണ് കാര്യം. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കിയാലോ? ഞണ്ടുമാമനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ ട്രാപ്പിലാക്കാനാണോ എന്നും പറയാനും പറ്റില്ല. ബേറു അല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, പിന്നെ എന്തിനു പേടിക്കണം? എന്തായാലും ഇവിടുന്ന് ഷെയർ ടാക്സി കിട്ടും, നമുക്ക് അതിൽ പോകാം. ഒന്ന് വേഗമാകട്ടെ. ലെറ്റ്സ് ഗോ. എങ്ങോട്ടാ? ബീച്ച് സൈഡ്. ഓക്കെ, ബീച്ച് സൈഡ് എങ്കിൽ ബീച്ച് സൈഡ്. അതിരിക്കട്ടെ, ബീച്ച് സൈഡിൽ വെക്കേഷൻ ആഘോഷിക്കാനാണോ പോകുന്നത്? ഏയ് അല്ല അല്ല, ഞങ്ങൾ അവിടെ ഒരാളെ കാണാൻ പോകുക. കാണാനല്ല, ഡിപ്രഷൻ മാറ്റാൻ. ഹോഹോ, ഇൻട്രസ്റ്റിംഗ്. അതെ അതെ, അവിടെ ചെല്ലുമ്പോ അറിയാം ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലയോ എന്ന്. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലം അത്ര നല്ലതല്ല എന്നെനിക്ക് തോന്നുന്നു. ഹേ നോ നെവർ, ഞങ്ങൾ കാരണം ഒരാൾ ഡിപ്രഷനിലാണ്. അയാളെ ജസ്റ്റ് ഒന്ന് കാണാൻ പോവുകയാണ്. ഓ അങ്ങനെയോ? അതാരാ? അതാണ് മിസ്റ്റർ ഞണ്ടുമാമൻ, ഓർ ക്രാബ് അങ്കിൾ എന്നും പറയും. ഓ നോ, അങ്ങേരൊരു ഗുണ്ടയല്ലേ? യെസ്, അതെ, അയാളൊരു ഗുണ്ടയാണ്. അയാളെയാണ് ബേറു വലയിൽ കുടുക്കിയത്. വെരി ഇൻട്രസ്റ്റിംഗ്. ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വാവ്, വണ്ടർഫുൾ ഹൗസ്. എല്ലാവരും വാ, നമുക്ക് ബെല്ലടിച്ച് നോക്കാം. ആരാ നിങ്ങൾ? ഞങ്ങൾ ഞണ്ടുമാമനെ കാണാൻ വന്നതാ. ഓ മനസ്സിലായി, എല്ലാരും കയറി ഇരിക്കേ. ഇതാ പിള്ളേരല്ലേ, ഇവരെന്താ ഇവിടെ? ആ വീട് കണ്ടിട്ട് അത്ര പന്തിയല്ലാത്ത പോലെ. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം. കൊള്ളാം, നല്ല വീട്. അതെ, നല്ല വീട്. അയ്യോ, ഇതെന്താ? ആ ദുഷ്ടൻ ഞണ്ടുമാമൻ നമ്മളെ ചതിച്ചെന്നാ തോന്നുന്നേ റാബിനി. അയ്യോ ബേറു, ഇനി നമ്മൾ എന്ത് ചെയ്യും? ബേറു, വേഗം സൂപ്പർ ബേറു ആക്. അതെങ്ങനാ മിനിക്കുട്ടി, എന്റെ കൈ ലോക്കല്ലേ. അയ്യോ, ഇതെവിടാ ഈ സ്ഥലം? ഷോ, കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. പേടിക്കണ്ട കൂട്ടുകാരെ, ഇതാ ഞണ്ടുമാമൻ കള്ളന്റെ പണിയാ. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അവസാനം കുടുങ്ങി അല്ലയോടാ പിള്ളേരെ? എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? അതും എന്നെ അങ്ങ് മണ്ടനാക്കിയിട്ട്. ഇന്ന് നിൻ്റെയൊക്കെ അവസാനത്തെ ദിവസമാണ്. ഓഹോ, അപ്പോ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ദുഷ്ടൻ തന്നെ നിങ്ങൾ. ഇവിടെ മിസ്റ്റർ പോയ്സൺ. ഞാനിവിടെ ഉണ്ട് മിസ്റ്റർ ഞണ്ടുമാമൻ. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദാ ഈ കാണുന്ന കൊച്ചിനെ തന്നെ ആദ്യം അങ്ങ് എടുത്തോളൂ.
ഈ കൊച്ചു കുഞ്ഞല്ലേ? ഹഹ, ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം. അയ്യോ മിനിക്കുട്ടി ഒന്നും ചെയ്യല്ലേ, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനിവിടെ ഉണ്ട് മിനിക്കുട്ടി, നിന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. ആഹാ, എന്നാ ഒന്ന് കാണട്ടെ. ആ, എന്നാ നീ ഇത് പിടിച്ചോ. ഇതും കൂടെ. ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാടാ പിള്ളേരെ, അതിനു വേണ്ടി കാത്തു തന്നെ ഇരുന്നതാ. എന്നാ പിടിച്ചോ. അയ്യോ ബേറു, നമ്മൾ ഇനി എന്ത് ചെയ്യും? നിന്റെ ഈ മാന്ത്രിക ചെറുക്കനെ തന്നെ ആദ്യമേ ഞാൻ അങ്ങ് തീർത്ത് കളയാം. നിന്റെ വാളിനൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റില്ല മിസ്റ്റർ ഞണ്ടുമാമൻ. വാ, ധൈര്യമായി വാ, ഞാൻ നേരിടാം. നിന്റെ ശക്തി നിന്റെ കണ്ണിലുമുണ്ട് പേരു. അയ്യോ, ചതിച്ചല്ലോ. ഇതെന്താ ദൈവമേ, ആ പിള്ളേർ അങ്ങോട്ടാണല്ലോ പോയത്. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഈ പിള്ളേരൊന്നും ഇവിടെ ഇല്ലല്ലോ. ഷോ, തൊണ്ടയ്ക്കും വയ്യ. ഇതെന്താ ഒരു കുഴി? അയ്യോ, ഇതെവിടാ ദൈവമേ, പാതാളത്തിലെത്തിയോ? ഇത് നിങ്ങളല്ലേ? നിങ്ങളെന്താ ഇവിടെ? അതിന് താറാമ പോലീസ് എന്താ ഇവിടെ? ഒന്നും പറയണ്ട, എനിക്ക് എന്തിൻ്റെയോ കേടായിരുന്നു. താറാമ പോലീസേ, ഞങ്ങൾക്കൊരു സഹായം ചെയ്യാമോ? അതിനെന്താ കുട്ടികളെ, നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദാ ആ കാണുന്ന സ്വിച്ചുകളെല്ലാം ഒന്ന് അമർത്തിക്കേ. അത്രേ ഉള്ളൂ. ഞാൻ ദാ ഇപ്പം ചെയ്യാം. 1 2 3 4. സൂപ്പർ ബിയറു തിരകൾക്കു മീതെ കാറ്റിന് ഉയരേ പറന്നുയരൂ സൂപ്പർ ബിയറു തീയായി മഴയ